യേശു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? യേശു കളഞ്ഞു പോയോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് തരുവാൻ ആഗ്രഹിക്കുന്നു. आज सुबह हम उस बातों से अपने आप में एक बार परख कर देखने पाए, वास्तव में यीशु को क्या हमने खोया है? हमारे इस मसीह यात्रा के बीच में हमने कभी यीशु की उपस्थिति को हमने खो दिया है? നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയത്തെ നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും ആത്മിക ജീവിതത്തിൽ യേശുവിനെ കളഞ്ഞുപോയോ? आई मीन पर्व के समय में सब लोग आई मीन यरूशलेम की ओर परमेश्वर की आराधना करने के लिए जाते थे। ഉത്സവത്തിന്റെ കാലത്ത് എല്ലാവരും യെരൂശലേം ആലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി കൂടി വരും. और 12 साल का एक बालक को लेकर माता पिता परमेश्वर की आलय में आराधना करने के लिए जा रहे हैं। 12 വയസ്സ് മാത്രം പ്രായമുള്ള ആമേൻ യേശു എന്ന ആ ബാലനുമായി തന്റെ മാതാപിതാക്കൾ ആലയത്തിൽ കടന്നുപോയി. और वहां पर उस यात्रा के समय में आई मीन वो एक आई मीन नॉर्मल बात है कि आई मीन प्रेस अपने माता पिता ही नहीं बल्कि अपने रिश्तेदार अपने आई मीन काफी पहचान के लोग सब मिलकर वे इस यात्रा को यरूशलेम की ओर वे करते हैं। അവിടെ വളരെ സാധാരണമായ ഒരു കാര്യമാണ്. അവന്റെ മാതാപിതാക്കൾ മാത്രമല്ല, ബന്ധുമിത്രാദികളും പരിചയക്കാരും ചാർച്ചക്കാരും എല്ലാമായി വലിയൊരു പുരുഷാരമാണ് കടന്നു പോകുന്നത്. भाई बहने और बच्चे सब अलग अलग झुंड भी बन जाते हैं और कभी कभी परिवार समेत भी वे यात्रा कर लेते हैं। एक लंबा सफर है और इस लंबा सफर में सब लोग गीत गाकर आई मीन आपस में चर्चा करके आई मीन वहां के बातें और जहां से आए वहां के बातें सारे बातों का चर्चा वर्णन करते हुए वो यरूशलेम की ओर जाते हैं। അവര് സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും എല്ലാവരും അവരവരുടേതായ കൂട്ടം കൂട്ടമായി പാട്ടുപാടി കാര്യങ്ങൾ പറഞ്ഞ് അവിടുത്തെയും ഇവിടുത്തെയും കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവര് സന്തോഷത്തോടെ ഇങ്ങനെ കൂട്ടത്തോടെയാണ് പോകുന്നത്. लेकिन जाकर जब वापस आ रहे थे तब आई मीन यरूशलेम से वापस के यात्रा में एक दिन हो गया। एक दिन के बाद में माता पिता को पता चल रहा है कि यीशु उनके साथ नहीं है। ഒരു ദിവസത്തെ വഴി യാത്ര അവർ മുഴുവൻ തീർന്നതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് യേശു കൂടെ ഇല്ല എന്നുള്ളത്. अरे साथ में यात्रा करने वालों के ऊपर कभी ना कभी तो थोड़ा ध्यान रहना चाहिए। കൂടെ യാത്ര ചെയ്യുന്നവരെ കുറിച്ച് വല്ലപ്പോഴുമെങ്കിലും ഒരു ശ്രദ്ധയുണ്ടാകണം. हर समय नहीं बल्कि बीच बीच कम से कम 1 घंटे में एक बार या 2 घंटे में एक बार तो ध्यान देना चाहिए कि क्या सब साथ में है या नहीं। ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ടേ ഒരുമിച്ച് കൂടെ വന്നവരെല്ലാവരും ഉണ്ടോ എന്നുള്ളത്. और वो भी चाचा साथ में है या मामा साथ में है नहीं बल्कि बेटा साथ में है या नहीं वो तो देखना माता पिता का आई मीन कर्तव्य रहा है। ഉപ്പാപ്പനും അമ്മാച്ചനും ഉണ്ടോ എന്ന് നോക്കിയില്ലെങ്കിലും സ്വന്തം മകനെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. हालेलुया। लेकिन पूरा एक दिन का सब यात्रा उन्होंने कर चुका है। पूरा एक दिन का सफर उन्होंने किया, गीत गाया होगा, एंड पड़ोसी के बारे में बोला होगा, वहां पर देखा हुआ बातों का वर्णन किया होगा। सब कुछ होने के बाद में उन्हें पता चल रहा है कि यीशु उनके साथ नहीं है। ഒരു ദിവസം മുഴുവനും അവർ യാത്ര ചെയ്തതിന് ശേഷം അവർക്ക് അത്രയും നേരം മനസ്സിലായില്ല യേശു അവരിൽ നിന്ന് കളഞ്ഞുപോയി എന്നുള്ളത്. हालेलुया। इवन गॉडली पेरेंट्स आई मीन आत्मिक आई मीन माता पिता है वे भी उनका दर्शन खो सकते हैं। यहाँ पर एक अच्छा नमूना है। ഇതൊരു ആത്മീയ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ അവരുടെ ജീവിതത്തിലും ദർശനം നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ടെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. हालेलुया। वे आत्मिक तौर से मजबूत है और परमेश्वर की ओर हर एक समय देखकर चलने वाला एक अच्छा परिवार है, लेकिन फिर भी वे सोचा कि यीशु उनके साथ है। ആത്മീകമായ നല്ല പൈതൃകത്തിൽ വളർന്നു വന്ന നല്ല ആത്മീക പാരമ്പര്യമുള്ള കുടുംബമായിട്ട് പോലും അവർ ഊഹിച്ചു യേശു അവരുടെ കൂടെ ഉണ്ടെന്ന്. हालेलुया। आई मीन देयर इज अ डेंजर इन असम्पशंस। हमारा हालेलुया सोच में कि हमारे साथ है करके हम जो संकल्प में है, जो आई मीन हम सोचते हैं कि शायद हमारे साथ होगा, वो असम्पशंस बहुत डेंजरस है। ഈ ഊഹം എന്ന് പറയുന്നത് വലിയൊരു അപകടകരമായതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളിലും എന്തെങ്കിലും വിഷയത്തിൽ ഊഹങ്ങൾ നമ്മളെ അപകടത്തിൽപ്പെടുത്തും. आई मीन मेरी और जोसेफ उन्होंने जानबूझ के ये नहीं कर रहा है बल्कि उन्होंने
उनको लगा कि यीशु उनके साथ है। ഈ മേരിയും ജോസഫും അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റായിരുന്നില്ല. അവർ ഒരു ദിവസം മുഴുവനും ഊഹിച്ചത് യേശു കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? हालेलुया। प्रेज़ लॉर्ड। हम भी काफी बार अस्यूम करते हैं, हालेलुया, हम भी ऐसे सोचते हैं कि यीशु हमारे साथ है, हम चर्च जाते हैं, हम आराधना करते हैं, गीत गाते हैं, प्रेज़ लॉर्ड, ताली बजाते हैं, सब कुछ करते हैं, यीशु हमारे साथ है। एक गलत असम्पशन में हम चलते हैं। നമ്മളും പലപ്പോഴും ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളിലാണ് ജീവിക്കുന്നത്. യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അങ്ങ് ഊഹിച്ചു പോവുകയാണ്. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ബൈബിള് വായിക്കുന്നുണ്ട്, ആമേൻ, ആലയത്തിൽ പോയിട്ടുണ്ട്. എല്ലാം ചെയ്തത് കൊണ്ട് യേശു കൂടെ കാണുമെന്ന ഒരു ഊഹം നമുക്കുണ്ട്. चर्च गया बोलकर यीशु साथ होना जरूरी नहीं है। ആലയത്തിൽ പോയത് കൊണ്ട് യേശു കൂടെ मैं ഉണ്ടായിരിക്കണമെന്നില്ല. गीत गा पा रहा हूं, वो गारंटी नहीं देता है कि यीशु मेरे साथ है। ഞാൻ നന്നായി പാട്ട് പാടുന്നവനായതുകൊണ്ട് യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചിട്ട് കാര്യമില്ല. मैं बहुत बढ़िया तरीके से प्रार्थना कर सकता हूं, उसका मतलब ये नहीं कि यीशु मेरे साथ है। നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം യേശു കൂടെ ഉണ്ടെന്നായിരിക്കണമെന്നില്ല. बढ़िया तरीके से प्रचार कर पाता हूं, उसका गारंटी नहीं देता है कि यीशु साथ में है। നന്നായി പ്രസംഗിക്കുന്നവനായതുകൊണ്ട് യേശു കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഊഹിക്കുന്നത് കൊണ്ട് കാര്യമില്ല. मेरे से भी बहुत अच्छी तरीके से यहाँ का पॉलिटिकल लीडर्स प्रचार कर सकते हैं। എന്നെക്കാളും നന്നായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ प्रसंगिക്കും. हालेलुया। मेरे से भी बहुत अच्छी तरीके से संसार के लोग प्रचार कर सकते हैं। എന്നെക്കാളും നന്നായി ഇവിടുത്തെ ലോകമനുഷ്യർ प्रसंगिക്കും. और बाइबल पढ़ने वाले, आई मीन बाइबल का वचनों को कोट करके भी वे बहुत बढ़िया तरीके से प्रचार करते हैं। ആ ആൾക്കാരും ബൈബിളിലെ വചനങ്ങളെ പോലും ഏറ്റുപറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. उसका मतलब जरूरी नहीं कि यीशु उनके साथ है। അതിനർത്ഥം യേശു അവരുടെ കൂടെ ഉണ്ടെന്നല്ല. आई मीन असम्पशंस होना बहुत ही खतरनाक बात है। ഈ ഊഹം എന്ന് പറയുന്നത് വലിയ आई അപകടകരമാണ്. मीन हम हर पल ध्यान देना जरूरी है कि वास्तव में हम यीशु के साथ चल रहे हैं या नहीं। നമുക്കൊരു വാസ്തവത്തിലുള്ള ഉറപ്പുണ്ടായിരിക്കണം യേശു നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. सोचकर देखिएगा, एक व्यक्ति आई मीन अपना गाड़ी चलाकर जा रहा है, एक नया रास्ते से जा रहा है, उसने जीपीएस आई मीन कनेक्ट करके जा रहा है। ഒരു വ്യക്തി പരിചയമില്ലാത്ത ഒരു വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക. താൻ തന്റെ വണ്ടിയിൽ GPS കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. और उन्होंने एक लोकेशन डाला है, लेकिन जाते जाते उन्हें पता नहीं चला कि उनका नेटवर्क खत्म हो गया है और एवरेस्ट वो गलत दिशा की ओर काफी दूर तक यात्रा कर रहा है। താൻ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ തന്റെ മാപ്പ് താൻ നോക്കി പോകുമ്പോൾ ഇന്റർനെറ്റ് തന്റെ മൊബൈലിൽ നിന്ന് ഡിസ്കണക്ട് ആയി അത് വിട്ടുപോയി. പക്ഷേ താൻ അറിഞ്ഞില്ല, താൻ തെറ്റായ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. काफी लंबा सफर करने के बाद में पता चला कि मैं जिस डायरेक्शन की ओर जाना था, उसका ऑपोजिट डायरेक्शन में मैं यात्रा कर रहा था। വളരെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് താൻ പോകേണ്ട വഴിയല്ല, മറ്റൊരു വഴിയിലാണ് താൻ പോകുന്നത്. उसे आना है तो फिर इतना रास्ता जहां तक उसने गया है, वहां से पूरा यू टर्न लेकर लौट कर आना पड़ेगा। ഇനി അങ്ങനെ തെറ്റായ വഴിയിൽ ദൂരം വിട്ടു പോയെങ്കിൽ താൻ പോയ വഴി മുഴുവൻ മടങ്ങി വന്ന് താൻ പോയടത്ത് എത്തണം. हालेलुया, प्रेज लॉर्ड। पता नहीं चला, उन्होंने अस्यूम किया कि ये सही दिशा है, താൻ അറിഞ്ഞില്ല, താൻ ഊഹിച്ചു താൻ പോകുന്നത് ശരിയായ വഴിയായിരിക്കും. हालेलुया, लेकिन वो गलत रास्ता की ओर जा रहा എന്നാൽ ആ था। വഴി തെറ്റിപ്പോയിരുന്നു. यहाँ पर भी यीशु के माता पिताओं ने सोचा कि उनके साथ यीशु चल के आ रहा है। ഇവിടെ യേശുവിന്റെ മാതാപിതാക്കളും ഊഹിച്ചത് യേശു കൂടെ നടന്നു और വരുന്നുണ്ടെന്ന്. सच में ध्यान देने का बात यह है कि कोई पाप का जगह में यीशु को नहीं खोया है, बल्कि एक आराधना आलय में यरूशलेम में सबसे होली प्लेस जो कहा जाता है, वहां पर ही उन्होंने यीशु को खो दिया है। അവർ യേശുവിനെ കളഞ്ഞു പോയത് ഏതെങ്കിലും പാപം ചെയ്യുന്ന നല്ലതല്ലാത്ത ഇടത്തല്ല. ആമേൻ. യെരൂശലേം ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്താണ് യേശുവിനെ അവർക്ക് കളഞ്ഞു പോയത്. हालेलुया। क्या हम प्रेज लॉर्ड रिलीजियसली बहुत ही आई मीन प्रेज लॉर्ड स्पेसिफिक होगा, हालेलुया, आत्मिक तौर से मुझे ये करना है, वो करना है, बहुत ही स्पेसिफिक हो सकता है, लेकिन हमने कभी भी परमेश्वर से अनुमति नहीं मांगा, बल्कि हम रिलीजियस तौर से सब कुछ कर पा रहे हैं। നമ്മൾ ഒരുപക്ഷെ മതപരമായി എല്ലാം ആചാരപരമായി നമ്മൾ എല്ലാം ചെയ്യുന്നവരായിരിക്കാം ഒരുപക്ഷെ.
യേശുവിനോട് വാസ്തവത്തിൽ നമ്മൾ അനുവാദം ചോദിച്ചിരിക്കത്തില്ല. हालेलुया प्रेज लॉर्ड। काफी बार हम बड़े बड़े मीटिंग्स का ऑर्गेनाइज करते हैं, लेकिन प्रेज लॉर्ड ऑर्गेनाइज करने के लिए उसके लिए जो भी मेहनत करना है, हम पूरा मेहनत करने के लिए तैयार हो जाते हैं, लेकिन उस मीटिंग के अनुग्रह के लिए हम काफी बार प्रार्थना करना भूल जाते हैं। നമ്മൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുവെങ്കിൽ അല്ലെങ്കിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഭൗതികമായി വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടും. പക്ഷേ ദൈവത്തോട് അതിനുള്ള അനുവാദമോ പ്രാർത്ഥനയോ നമ്മൾ ചെയ്യാറില്ല. हालेलुया। आर वी रिप्लेसिंग जीसस? यीशु का बदले हम हमारे काबिलियत पर भरोसा कर रहे हैं, या वास्तव में खुदा तू ही चाहिए, तेरे अलावा मेरे जिंदगी में कोई भलाई नहीं, वो सच्चाई को कि हम जान पा रहे हैं। നമ്മൾ യേശുവിനെ പകരമായി നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും ആശ്രയിക്കുകയാണോ അതോ വാസ്തവമായും യേശുവിലുള്ള ഒരു ആശ്രയം നമ്മുടെ ജീവിതത്തിലുണ്ടോ? पहला कोरिन्थियों के पत्री उसके 10वें अध्याय उसके 12वें आयत को हम जल्दी से देखेंगे। एपिसोड पहला कोरिन्थियों के पत्री उसके 10वें अध्याय उसके 12वें आयत को। 1 കൊരിന്ത്യർ 10:12 വാക്യം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. हालेलुया। हम खड़े हैं करके हमें यदि लगता है तो ध्यान देना है कि हम गिर ना जाए। हालेलुया। कभी भी गिर सकते हैं, इसके लिए ध्यान पूर्वक हमारे मसीह जिंदगी जीना जरूरी है। നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. उसके 5वें आयत भी हम देखेंगे। അതിന് 5-ാമത്തെ വാക്യം. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. हालेलुया प्रेज़ लॉर्ड। उनसे अनेक लोगों के ऊपर परमेश्वर प्रसन्न नहीं हुआ और मरुभूमि यात्रा के बीच में ही हालेलुया उनका जिंदगी समाप्त हो रहा है। അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവർ മരുഭൂമിയിൽ തന്നെ പെട്ടുപോകുവാനിടയായി. एक बात ध्यान देना जरूरी यह है कि हमें लगता है कि हम खड़े हैं, तो ध्यान देना है कि सच में हम खड़े हैं, और गिरे बिगर खड़े रहना क्या क्या हम ख्याल करना है वो हम ध्यान देना बहुत जरूरी है। അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിൽക്കുന്നു എന്ന് തോന്നിയ കൂട്ടരാണെങ്കിൽ നമുക്ക് നിൽക്കുന്നുവെന്ന് തോന്നുന്നെങ്കിൽ വളരെ ശ്രദ്ധയുണ്ടാകണം വീഴാതിരിപ്പാൻ. एक बात ध्यान देना जरूरी है कि मेरा परमेश्वर ओमनी प्रेजेंट है, ओमनी पोटेंट है। हालेलुया प्रेज़ लॉर्ड। मेरा परमेश्वर को ऐसा कोई सीमा नहीं है कि एक जगह पर ही खड़े रह सकता है। वो प्रेज़ लॉर्ड हर एक बातों में परमेश्वर को उपस्थिति है, वो हम जानना बहुत जरूरी है। നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മൾക്ക് നന്നായിട്ട് അറിയാം. ദൈവം സർവ്വവ്യാപിയാണ്, സർവശക്തനായ ദൈവമാണ്. ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല, സകലയിടത്തും ഒരേ സമയത്ത് ദൈവത്തിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. हालेलुया। मरियम से प्रेज़ लॉर्ड स्वर्गीय दूत ने आकर कहा कि प्रेज़ लॉर्ड वो इम्मानुएल रहेगा, सदा सर्वदा तेरे साथ है करके ऑलरेडी जाकर कहकर इसका यीशु का जन्म से पहले वायदा दिया हुआ था। അവിടെ മറിയയുടെ അടുക്കൽ വന്ന സ്വർഗ്ഗദൂതൻ പറഞ്ഞത് യേശുവിനെ കുറിച്ച് അവൻ ഇമ്മാനുവേൽ ആയിരിക്കും, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന ഒരു വാഗ്ദത്തമാണ് മറിയയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. हालेलुया। हर एक समय साथ है करके बोला, लेकिन अब यीशु उनको गुम हो गया है। എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദത്തം ലഭിച്ചിരിക്കെ തന്നെ അവർക്ക് വ്യക്തിപരമായ യേശു നഷ്ടമായി. मेरे परमेश्वर हर एक कार्यों में वो मौजूद है, लेकिन आज सुबह के वक्त हम जानना जरूरी है कि परमेश्वर का वो स्पेसिफिक उपस्थिति हमारे जिंदगी में होना बहुत जरूरी है। ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടവും ഉണ്ട്. സകല ഇടങ്ങളിലും അവന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വ്യക്തിപരമായി പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം വേണം. We need a special presence। परमेश्वर की एक बहुमूल्य उपस्थिति हमारे व्यक्तिगत जिंदगी में होना बहुत जरूरी है। യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. याकूब की जिंदगी की ओर जब हम देखते हैं, वास्तव में वो पद्दनराम की ओर जब जा रहा है, परमेश्वर ने कहा कि मैं तेरे साथ रहूंगा। യാക്കോബിനോട് ദൈവം പറയുകയാണ്, പദ്ദൻഅരാമിലേക്ക് പോകുന്ന
യാക്കോബിനോട് പറയുകയാണ് എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. मेरा उपस्थिति तेरे साथ रहेगा करके उससे परमेश्वर कह रहा है। എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്ന് ദൈവം തന്നോട് പറയുക. उत्पत्ति की किताब 28 अध्याय में बताया है, उस अध्याय को पढ़ने का समय नहीं है। आई मीन परमेश्वर ने याकूब से कहा कि आई एम विथ यू, मैं तेरे साथ हूं करके कहता है। ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. വായിക്കുവാൻ തുനിയുന്നില്ല. ആമേൻ. യാക്കോബിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട്. परमेश्वर उसके साथ है, लेकिन उसे उस स्वप्न के द्वारा उसे इंटीमेट करना पड़ा, उसे समझाना पड़ा कि मैं तेरे साथ हूं। തന്നോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ ഒരു സ്വപ്നം നൽകി ആ സ്വപ്നത്തിലൂടെ തന്നെ ധൈര്യപ്പെടുത്തേണ്ടതായി വന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കൊടുക്കാൻ. क्योंकि ये दौड़ के बीच में उसके अंदर बहुत डर बैठा हुआ है। അവന്റെ ഈ ഓട്ടത്തിൽ അവന്റെ ഉള്ളിൽ മുഴുവൻ ഭയമാണ്. उसे पता है कि परमेश्वर का उपस्थिति तो फैला हुआ है, लेकिन मेरे साथ जब स्पेसिफिकली नहीं है, मैं जहां जाता हूं मैं पराजित हो जाऊंगा। തനിക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യം താൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഉണ്ടെന്ന്. എന്നിരുന്നാൽ പോലും അവൻ വ്യക്തിപരമായി തന്റെ ജീവിതത്തിൽ ഈ ഓട്ടത്തിനിടയിൽ ദൈവ സാന്നിധ്യം വേണമെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. योशुआ की जिंदगी में जब हम देखते हैं, योशुआ जानता है कि परमेश्वर ओमनी प्रेजेंट है, उसके सारे अवस्थाओं में परमेश्वर मौजूद है, लेकिन फिर भी प्रेसिडेंट वो परमेश्वर से सुनना चाहता है, जानना चाहता है। इसके लिए परमेश्वर योशुआ से, योशुआ की किताब पहले अध्याय उसके 5वीं आयत में कहता है कि हालेलुया, मेरा स्पेशल प्रेजेंस तेरे साथ रहेगा। യോശുവയ്ക്കും നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടവും ഉണ്ടെന്ന്. ആമേൻ. സർവ്വവ്യാപിയായ ദൈവമാണെന്ന്. എന്നിരുന്നാൽ പോലും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ പ്രത്യേകമായി കാണുന്നുണ്ട്. ആമേൻ. അവിടെ ദൈവത്തോട് നിന്റെ സാന്നിധ്യം ആമേൻ വ്യക്തിപരമായി എന്നോട് വിശേഷമായി കൂടെ പോരണം, ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യോശുവയെ നമ്മൾ കാണുന്നു. हालेलुया। और परमेश्वर कहता है मैं तेरे संग रहूंगा, जिस प्रकार मैंने मूसा के संग रहा वैसा मैं तेरे साथ रहूंगा। മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് വാഗ്ദത്തം കൊടുക്കുന്നു യോശുവയോട് ദൈവം. वो स्पेसिफिक आई मीन परमेश्वर का उपस्थिति आई मीन व्यक्तिगत तौर से अनुभव करना बहुत जरूरी ആ है। പ്രത്യേകമായ ദൈവ സാന്നിധ്യം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകണം. जैसा मैं मूसा के संग रहा वैसा मैं तेरे साथ हूँ। മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം. जैसा इस्राएल के साथ रहा वैसा नहीं, बल्कि जैसा मैं मूसा के संग रहा स्पेसिफिकली वैसा ही मैं तेरे साथ रहूंगा। वो एक हियाव परमेश्वर उस योशुआ की जिंदगी में दे रहा है। പൊതുവായി പറഞ്ഞ് ഇസ്രായേലിനോട് കൂടെ ഇരുന്ന ദൈവം എന്നല്ല. ആമേൻ. വളരെ വ്യക്തമായി ആമേൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവയോട് കൂടെ നിന്നോട് കൂടെ ഇരിക്കും. I mean दाऊद की जिंदगी में हम देखते हैं, इवन दो आई वॉक थ्रू द वैली ऑफ शैडो ऑफ डेथ, उस घोर अंधकार की तराई से भी मैं चलूं, उसका हाथ मेरे साथ है। ആമേൻ. ദാവീദിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി നീ നടന്നാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. हालेलुया, प्रेज द लॉर्ड, हालेलुया। घोर अंधकार की तराई से भी मैं चलूं, वो मृत्यु का तराई है, लेकिन वहां पर भी परमेश्वर दाऊद के साथ है। वो बड़ा हियाव उसकी जिंदगी में है। കൂരിരുൾ താഴ്വര അതൊരു മരണത്തിന്റെ താഴ്വരയാണ്. അത്ര അന്ധകാരത്തിന്റെ താഴ്വരയിലും ദാവീദിനോട് പറയുക ദൈവം നിന്റെ കൂടെയുണ്ട്. हालेलुया। और आई मीन यूसुफ और मरियम से जब आकर स्वर्गदूत ने कहा, वो ऐसा एक समय है जहां पर परमेश्वर की आवाज लोगों ने सुनना भूल गया था। पिछले 400 साल से मलाकी के समय से लेकर इस मती के सुसमाचार जब लिखते हैं, 400 साल के बीच में उन्होंने कभी भी परमेश्वर की आवाज सुना तक नहीं है। ഈ മറിയയും യോസഫും ദൈവശബ്ദം കേൾക്കുന്ന സമയം എന്ന് പറയുന്നത് മലാക്കിക്ക് ശേഷം നീണ്ട 400 വർഷത്തെ ആമേൻ ഒരു ഇരുണ്ട കാലഘട്ടം. ജനം ദൈവശബ്ദം കേൾക്കുവാൻ മറന്നുപോയ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. हालेलुया। और ये 400 साल के पश्चात उन्हें बताकर दे रहा है, आप डरने का जरूरत नहीं, मैं इम्मानुएल बनकर तुम्हारे साथ रहूंगा। ഈ നീണ്ട കാലഘട്ടത്തിന് ശേഷം ആമേൻ അവർക്ക് പ്രത്യക്ഷമാകുന്ന ദൈവ സാന്നിധ്യം അവരോട് പറയുന്നത് ഇമ്മാനുവേൽ,
ഞാൻ നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. हालेलुया। इसहाक के बारे में हम देखते हैं, हालेलुया, जब गरार के उस देश में आकर रहने के लिए इसहाक तैयार हो गया, परमेश्वर कहता है कि उस देश छोड़कर नहीं जाना, उसी जगह पर खड़े रहना, मैं उसी जगह पर तेरे द्वारा कुछ करना चाहता हूं। ഗെരാറിൽ അവൻ പാർക്കുമ്പോൾ ഇസഹാക്കിന് ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യക്ഷമായി. ദൈവം പറയുകയാണ്, നീ ഈ ദേശം വിട്ട് കടന്നു പോകരുത്, നീ പാർക്കുന്ന ഇതേ ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. हालेलुया। उसने कुआं खोदा, लेकिन शत्रुओं ने आकर उस कुआं बंद कर दिया। दोबारा कुआं खोदा, फिर से शत्रुओं ने आकर उस कुआं बंद कर दिया। दोबारा खोदने का कोशिश किया, काफी बार प्रयत्न कर रहा है, लेकिन शत्रु आकर हर एक समय उस अमीन गड्ढा बंद कर रहा है। അനേക പ്രാവശ്യം കിണറുകൾ കുഴിക്കുവാനായി അവൻ ശ്രമിച്ചു. കുഴിച്ച കിണറുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ശത്രു വന്ന് മൂടിക്കളയുവാനിടയായി. लेकिन परमेश्वर ने कहा है इसके लिए, अमीन इसहाक वहां पर गेरार में ही रहने के लिए तैयार हो रहा है। എന്നാൽ ദൈവശബ്ദം കേട്ടതായതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ ഗേരാർ വിട്ടുപോകുവാൻ ഇസഹാക്ക് സമ്മതിച്ചു. अकाल से भरा हुआ एक जगह है, वहां पर फल होने का, फसल होने का कोई उम्मीद नहीं है, लेकिन परमेश्वर ने कहा है इसके लिए इसहाक उधर ठहरने के लिए तैयार हो रहा है। ക്ഷാമം പിടിച്ച വരൾച്ചയുള്ള ദേശത്ത് ധാന്യം വിളയുക എന്ന് പറയുന്നത് സാധ്യമല്ല. എന്നാൽ ദൈവം പറഞ്ഞതുകൊണ്ട് താൻ അതേ ദേശത്ത് പാർക്കുവാനിടയായി. हालेलुया। उस देश का परिस्थिति को भी परमेश्वर बदल सकता है यदि परमेश्वर ने कहा है और आप ठहरने के लिए तैयार हैं। ദൈവം പറഞ്ഞതനുസരിച്ച് നമ്മൾ താമസിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ദൈവം അവിടെ നമ്മൾക്ക് വിളവ് തരും, വലിയ കൊയ്ത്ത് തരും. हालेलुया। अकाल से भरा हुआ उसी देश में परमेश्वर ने 100 गुना प्रतिफल दे रहा है। क्यों हो रहा है? क्योंकि परमेश्वर का वो प्रेजेंस और परमेश्वर ने कहा हुआ बातों का वो मानने के लिए तैयार हुआ। परमेश्वर स्तुतियों का बदलावट लेकर आ रहा है। വരൾച്ചയുള്ള ദേശത്ത് ഇസഹാക്ക് വിതച്ച് 100 മേനി വിളയുവാനിടയായി തീർന്നുവെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞതനുസരിച്ച് നിന്നവന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം അവനെ അനുഗ്രഹിക്കുവാനിടയായി. हालेलुया। प्रेज़ लॉर्ड। दानियल की जिंदगी में जब हम देखते हैं, दानियल से कहा गया, वहां पर कहा गया कि यदि कोई प्रार्थना करे राजा के अलावा किसी के बारे में, किसी के सामने प्रार्थना करे, तो उन्हें मृत्यु का दंड दिया जाएगा। അവിടെ രാജാവിനോട് അല്ലാതെ പ്രാർത്ഥിക്കുന്നവരോട് അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നവനെതിരെ വലിയ അവൻ തന്ത്രങ്ങൾ ആ ദേശത്ത് ദാനിയേലിനെതിരെയും ഉണ്ടാകുവാനിടയായി. हालेलुया। प्रेज़ लॉर्ड। दानियल के खिलाफ वो जब नियम आ गया, तभी भी वो परमेश्वर को छोड़ने के लिए तैयार नहीं है, बल्कि परमेश्वर के सम्मुख जाकर सुबह, दोपहर, शाम 3 समय जैसा वो करते आ रहा है, वैसा ही परमेश्वर से वो प्रार्थना करने के लिए तैयार हो रहा है। നിയമം തനിക്ക് വിരോധമായി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ദാനിയേൽ അതിൽ നിന്ന് ഒന്നും പിന്മാറാതെ താൻ പതിവ് പോലെ ചെയ്തു വരുന്നത് പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായി തന്നെ തുടർന്നു. हालेलुया। कल मृत्यु हो सकता है, लेकिन फिर भी वो डरने के लिए तैयार नहीं, क्योंकि उसे पता है कौन उससे बुलाया है, किसने उसको वायदा दिया है। वो परमेश्वर पर उसका भरोसा होने के कारण उसे पता है कि परमेश्वर का स्पेसिफिक उपस्थिति उसके साथ है। इसके लिए निडर होते हुए परमेश्वर के सम्मुख प्रार्थना करने के लिए तैयार हो रहा है। നാളെ ഒരു പക്ഷെ മരിക്കുമെന്ന് തനിക്കറിയാം. പക്ഷെ അതൊന്നും ഭയപ്പെടാതെ ആമേൻ താൻ പതിവ് പോലെ ദൈവസന്നിധിയിൽ താൻ ചെയ്തു വരുന്നത് താൻ പ്രാർത്ഥനയോടെ ചെയ്തു വരുവാനിടയായി. हालेलुया। परमेश्वर की उपस्थिति खोने वाला कोई भी अनुभव हमारे जिंदगी में ना होने पाए। ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്നത് യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. हालेलुया। पहला सामुएल की किताब उसके 4 अध्याय उसके 21 आयत एक बार हम पढ़ेंगे। पहला सामुएल की किताब उसके 4 अध्याय उसके 21 आयत को हम जल्दी से हम देखेंगे। 1 ശമൂവേൽ 4:21 ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോകുകൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന പേർ ഇട്ടു. हाले परमेश्वर की महिमा हमने खो चुका है,
जानते हुए अपने बेटे को इखाबोद करके नाम दे रहा है। ഇസ്രായേലിൽ നിന്ന് ദൈവമഹത്വം പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ജനിച്ച കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. The glory of the Lord has departed from Israel. परमेश्वर की महिमा परमेश्वर की लोगों के बीच में से हट गया है, हमें खत्म हो गया है। जानते हुए हमें उस बेटे को इखाबोद करके नाम दे रहा है। ദൈവമഹത്വം ഇസ്രായേലിനെ വിട്ടുപോയി എന്ന് മനസ്സിലാക്കി ആ പൈതലിന് ഈഖാബോദ് എന്ന് പേരിട്ടു. हालेलुया। परमेश्वर की महिमा गया तो नाम भी बदल जाएगा। ദൈവമഹത്വം പോയാൽ പേര് തന്നെ മാറും. हालेलुया। परमेश्वर की महिमा गया, अवस्था पराजित हो सकता है। ദൈവമഹത്വം നഷ്ടപ്പെട്ടു പോയാൽ അവസ്ഥകൾ പരാജയമായിരിക്കും. परमेश्वर की उपस्थिति खोने वाला कोई भी बातें हमारे जिंदगी में कभी भी होने ना पाए। ദൈവമഹത്വം നഷ്ടപ്പെടുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. हम हर एक समय हर एक पल हम परख कर देखने पाए कि हम यीशु के साथ यात्रा कर रहा है या नहीं। നമ്മളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ യാത്രാ മധ്യേ യേശു നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. हम अनुग्रह पा रहा है उसका गारंटी ये नहीं कि यीशु हमारे साथ है। നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ അർത്ഥം യേശു കൂടെ ഉണ്ടെന്നല്ല. I mean, पहला एक ही गाड़ी था, अब 2 गाड़ी है, उसका मतलब ये नहीं कि परमेश्वर हमारे साथ है। പണ്ട് ഒരു വാഹനമേ ഉള്ളായിരുന്നു, ഇപ്പോൾ 2 കാർ വാങ്ങിച്ചതിന്റെ അർത്ഥം യേശു കൂടെ ഉണ്ടെന്നല്ല. पहला किराए के घर में रहता था, आज अपने खुद के फ्लैट में रह रहे हैं, उसका गारंटी नहीं है कि परमेश्वर साथ है। പണ്ട് വാടക വീട്ടിൽ താമസിച്ചു, ഇപ്പോൾ നല്ല ഒരു വീട് വാങ്ങിച്ച് താമസിച്ചു എന്നത് യേശു കൂടെ ഉണ്ടെന്നുള്ളതിന്റെ हम അർത്ഥമല്ല. घर के सामने लेबल लगाते हैं क्राइस्ट इज द हेड ऑफ दिस हाउस, लेकिन सच में क्राइस्ट को उस घर के साथ कुछ भी लेना देना भी नहीं रहता है। നമ്മുടെ ഭവനങ്ങളുടെ വെളിയിൽ നമ്മൾ എഴുതി ഒട്ടിക്കും, യേശു ഈ ഭവനത്തിന്റെ നായകൻ എന്ന്. പക്ഷെ യേശുവും ആ ഭവനവുമായി യാതൊരു ബന്ധവുമില്ല. सच में मसीह के साथ क्या हम चल रहे हैं, हर एक पल हम परख कर देखना बहुत जरूरी है। എന്നും എപ്പോഴും ശോധന ചെയ്ത് അറിയണം, യേശു നമ്മുടെ കൂടെ തന്നെ യാത്രയിൽ ഉണ്ടോ. मेरा और आपका विश्वास देखकर लोग भी मसीह यीशु का प्रेम वो जानना बहुत जरूरी है। നമ്മളെ ഓരോരുത്തരെയും കണ്ട് മറ്റു ആളുകൾ യേശുവിന്റെ സ്നേഹം നമ്മിൽ കൂടെ അറിയണം. रूथ के जिंदगी में हम देखते हैं कि उनके मदर इन लॉ नवोमी की जिंदगी में उन्होंने देखा कि उनका परमेश्वर की ओर का भरोसा कितना ज्यादा है, उनका आराधना का अनुभव, उनका प्रार्थना का जिंदगी, सारे बातों को जब देखता है तब रूथ कहता है कि अब मेरा परमेश्वर नहीं चाहिए बल्कि मुझे वो इस्राएल का परमेश्वर चाहिए। റൂത്ത് നവോമിയുടെ ജീവിതത്തെ നോക്കി വായിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ തനിക്ക് ദൈവത്തോടുള്ള ആശ്രയവും സ്നേഹവും കണ്ടിട്ട് റൂത്ത് പറയുന്നത് ഇങ്ങനെയാ, ഇനി എന്റെ ദൈവത്തെ എനിക്ക് വേണ്ട, അവൻ ഇസ്രായേലിന്റെ ദൈവത്തെ, നവോമിയുടെ ദൈവത്തെ ഞാനും സേവിക്കും. हालेलुया, प्रेज द लॉर्ड। तेरा परमेश्वर अब मेरा परमेश्वर रहेगा, നിന്റെ ദൈവം ഇനി എന്റെ ദൈവമാണ്, तेरा लोग अब मेरा लोग रहेगा। നിന്റെ ജനം ഇനി എന്റെ ജനം. हालेलुया, प्रेज द लॉर्ड। हमारे अंदर वो विश्वास, जब यीशु हमारे साथ जब चलता है, लोग हमारे द्वारा यीशु को देखने के लिए कारण हो जाएगा। ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മറ്റാളുകളും ആ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകും. शिमशोन के बारे में हम जानते हैं, उसके ऊपर के बुलाहट के अनुसार वो कभी भी परमेश्वर के लिए हमें प्रेस इस्तेमाल हो नहीं पाया है। ശിംശോനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. വിളിക്കനുസരിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയാതെ പോയ ഒരുവനാണ് ശിംശോൻ. उसके बुलाहट के अनुसार परमेश्वर शत्रुओं के हाथों से परमेश्वर के लोगों को छुड़ा कर लेकर आना चाहिए था। തന്റെ വിളിക്കനുസരിച്ച് ജനത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനായി വിളിക്കപ്പെട്ടവനാണ്. अब परमेश्वर की उपस्थिति उसके ऊपर इतना भारी था कि हालेलुया, वो अकेला काफी था बहुत बड़ा एक सेना को खत्म करने के लिए। ദൈവ സാന്നിധ്യം അവന്റെ മേളിൽ വളരെ ശക്തമായിരുന്നു. അവൻ ഒറ്റയ്ക്ക് ശത്രു വലിയ കൂട്ടത്തെ തന്നെ നശിപ്പിക്കുവാൻ പ്രാപ്തമായിരുന്നു. आजकल होता तो सैमसन एक व्यक्ति काफी था, पूरा इराक खत्म करके आ सकता था। ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ശിംശോൻ എന്ന ഒരു വ്യക്തി മതി ഒരു രാജ്യം നശിപ്പിക്കാൻ. मिसाइल का भी जरूरत नहीं है, शिमशोन अकेला जाएगा, पूरा जगह खाली करके आ जाएगा। വലിയ മിസൈലുകളുടെ ആവശ്യമില്ല, ശിംശോൻ ഒറ്റയ്ക്ക് പോയി ഒരു ദേശം നശിപ്പിച്ചിട്ട് വരും. क्योंकि परमेश्वर का सामर्थ और उपस्थिति उतना भारी था शिमशोन के ऊपर, और उसके ऊपर का बुलाहट परमेश्वर के लोगों को उस गुलामी से छुड़ा कर लेकर आने के लिए था। അത്ര
അത്രയ്ക്കും ശക്തമായ ദൈവസാന്നിധ്യം വഹിച്ചവൻ, ജനത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനായി വിളിക്കപ്പെട്ടവൻ. हालेलुया। लेकिन वो भूल गया कि परमेश्वर की उपस्थिति और वो छोड़कर अब दलीला की गोद में जाकर सिर रख रहा है। എന്നാൽ ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ആമേൻ മറന്നു കളഞ്ഞപ്പോൾ ദലീലയുടെ മടിയിൽ തലവെച്ച ശിംശോൻ. बुलाहट कुछ और है, लेकिन अब दौड़ कुछ और जगह की ओर जा रहा है। വിളിച്ചത് മറ്റെന്തിനോ, പക്ഷെ ഇപ്പോൾ ഓട്ടം വേറെ എങ്ങോട്ടോ ആയിരിക്കുന്നു. हालेलुया। एक बार एक परिवार प्रेस लॉर्ड आई मीन छत्तीसगढ़ से केरला की ओर यात्रा कर रहे थे। ഒരിക്കൽ ഒരു കുടുംബം ഛത്തീസ്ഗഡിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. हालेलुया। और वहां पर यात्रा करते करते उनका पति ने कहा कि मैं अभी आता हूं बोलकर प्रेस लॉर्ड उनके पर्स, उनका फोन, सब कुछ वॉच सब लेकर अपने पत्नी के हाथ में दिया और वो वॉशरूम तक गया था। താൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് തന്റെ പേഴ്സും കാര്യങ്ങളെല്ലാം ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാത്റൂം വരെ പോയി. वो ट्रेन में यात्रा कर रहे हैं। पत्नी ने सोचा कि वॉशरूम तक जा रहे, कोई बात नहीं बोलकर वो इंतजार कर रहा है। इंतजार किया, 5 मिनट हुआ, 10 मिनट हुआ, 1 घंटा हुआ, 2 घंटा हुआ, काफी स्टेशन बीत गया, लेकिन पति वापस नहीं आया। ഭർത്താവ് ബാത്റൂമിൽ പോയി. ഭാര്യ വിചാരിച്ചു ബാത്റൂം വരെ പോയതല്ലേ, 5 മിനിറ്റായി, 10 മിനിറ്റായി, 1 മണിക്കൂറായി, 3-4 സ്റ്റേഷൻ കടന്നു പോയിട്ടും ഭർത്താവ് വന്നില്ല. 15 साल हो गए, अभी तक वापस नहीं आया है। 15 വർഷം കഴിഞ്ഞു, ഇപ്പോഴും വന്നിട്ടില്ല. हालेलुया। सब कुछ देख कर गया, लेकिन ये पत्नी अभी भी भीड़ के बीच में भी खोजते हैं कि मेरा पति कहीं ना कहीं तो मुझे दिखाई देगा। ഇപ്പോഴും പുരുഷാരത്തിനിടയിലും ഏത് ജനക്കൂട്ടം കണ്ടാലും ഈ സ്ത്രീ അന്വേഷിക്കും, എന്റെ ഭർത്താവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ. हालेलुया। प्रेज लॉर्ड। आई मीन साथ में यात्रा शुरू किया था, लेकिन कहीं तो नष्ट हो गया। ഒരുമിച്ച് യാത്ര തിരിച്ചവരാ, പക്ഷെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. हालेलुया। हम भी काफी बार सोचते हैं कि अरे थोड़ा सा कॉम्प्रोमाइज करने में क्या जाता है, बाद में हम सब कुछ अक्वायर कर लेंगे। നമ്മൾ ആമേൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ചെറിയ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ അങ്ങ് ചെയ്തേക്കാം, ആമേൻ എന്നെങ്കിലും തിരിച്ചു പിടിക്കാം. हम मेरठ में यूपी में जब सेवकाई कर रहे थे, तब हमारे चर्च में आने वाला आई मीन एक हिंदू बैकग्राउंड से विश्वास में आया हुआ एक भाई था। ഞങ്ങൾ മീററ്റിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അവിടെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. उनका पापा, मम्मी, बहन सब विश्वास में आ गए അവരുടെ പപ്പായും മമ്മിയും സഹോദരിയും എല്ലാം വിശ്വാസത്തിൽ വന്നു. और ये भाई आई मीन एक हिंदू बहन के साथ उनका प्यार हो गया। ആ സഹോദരന് ഒരു ഹൈന്ദവ സ്ത്രീയുമായി സ്നേഹത്തിലായി. आई मीन सभी लोगों ने मना किया कि बेटा तेरे लिए ये अच्छा नहीं है। आई मीन एक विश्वासी बेटी के साथ तेरा शादी होना अच्छा रहेगा। അവനോട് എല്ലാവരും പറഞ്ഞു നോക്കി, നീ അങ്ങനെ ഒരു വിവാഹത്തിന് തുനിയരുത്, നീ ഒരു വിശ്വാസിയായ വ്യക്തിയെ വിവാഹം കഴിക്കാം. आई मीन उन्होंने कहा कि नहीं पास्टर साहब, आपको नहीं पता, मेरे अंदर परमेश्वर का आत्मा इतना कार्य कर रहा है कि उसको भी मैं विश्वास में लेके आ जाऊंगा। ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ ആത്മാവിനെ വളരെ ഹേമിപ്പിക്കുന്നുണ്ട്, ഞാൻ അവളെ കൂടെ വിശ്വാസത്തിൽ കൊണ്ടുവരും. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലായോ? हालेलुया। प्रेज़ लॉर्ड। वो कहता है कि मेरे अंदर पवित्र आत्मा इतना कार्य कर रहा है कि प्रेज़ लॉर्ड मैं शादी करने के द्वारा एक और आत्मा को मैं जीत सकता हूँ। പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വളരെ ക്രിയ ചെയ്യുന്നുണ്ട്. എന്റെ വിവാഹ നിമിത്തം ഞാൻ ഒരു വ്യക്തിയെ കൂടെ, ഒരു ആത്മാവിനെ കൂടെ നേടും. हालेलुया। और शादी हो गया, और उसके बाद में ये भाई को भी चर्च में आना बंद हो गया, गायब हो गया, फिर उसे दिखाई नहीं दे रहा। വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം സഹോദരനുമില്ല, സഹോദരിയുമില്ല, ചർച്ചിൽ കണ്ടിട്ടേയില്ല. हालेलुया। हम जाते हैं विजिटिंग के लिए, बुलाते हैं, पास्टर जी ये संडे को तो हम जरूर आएंगे, गारंटी देता है। എപ്പോൾ ഭവന സന്ദർശനത്തിന് ചെന്നാലും പറയും, ഈ ഞായറാഴ്ച ഉറപ്പായിട്ടും വരും. लेकिन वो संडे उनके लिए संडे नहीं होता है, इसके लिए वो शायद चर्च आ नहीं पाते। അത് ഞായറാഴ്ചയായി അവർക്ക് തോന്നാത്തത് കൊണ്ടായിരിക്കാം ചർച്ചിൽ കാണാറില്ല. जितना मसीह में बढ़ रहा था, उतना मसीह से दूर हो गया। എത്രത്തോളം കർത്താവിനോട് അടുത്തോ അത്രത്തോളം ദൂരെ പോയി. सोचा था कि एक आत्मा और जीत रहेगा, താൻ വിചാരിച്ച ഒരു ആത്മാവിനെ നേടാം, लेकिन दुरात्मा उसके लेके चले गए। എന്നാൽ ദുരാത്മാവ് പിടിച്ചോണ്ട് പോയി. हालेलुया। सोचना नहीं कि हमारे असम्पशन के हिसाब से हम सब कुछ कर लेंगे। നമ്മളുടെ ഊഹം അനുസരിച്ച് എല്ലാം സത്യമാണെന്ന് ചിന്തിക്കരുത്. हालेलुया। मैं फलाना कार्य करूंगा तो फलाना बात हो जाएगा, फलाने कार्यों को मैं कर पाऊंगा। सोचना नहीं, जब तक परमेश्वर साथ नहीं है, हम किसी भी बातों में अपने आप में हम जीत नहीं पाएंगे। അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും, ഇങ്ങനെ ആക്കാം എന്നൊന്നും ചിന്തിക്കരുത്. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ സകലതും വ്യർത്ഥമായി പോകും.
आज प्रेस 15 साल से ज्यादा हो गया है, अभी भी वो भाई विश्वास में नहीं है ഇപ്പോൾ 15 വർഷത്തിലധികമായി ഇന്നും ആ വ്യക്തി വിശ്വാസത്തിൽ മടങ്ങി വന്നിട്ടില്ല. और उसका पूरा खानदान को भी शैतान की ओर उसने खींच कर लेकर गया। അവൻ അവന്റെ കുടുംബസമേതം എല്ലാത്തിനെയും പിശാച് വലിച്ചുകൊണ്ടുപോയി. असम्पशंस बहुत डेंजर है। ഊഹം വളരെ അപകടമാണ്. हालेलुया। माता पिताओं ने सोचा कि यीशु उनके साथ है, ആ യേശുവിന്റെ മാതാപിതാക്കളും ഊഹിച്ചത് യേശു കൂടെ ഉണ്ട് എന്നാണ്. हालेलुया। हम भी सोच रहे हैं कि यीशु हमारे साथ है, നമ്മുടെയും ഊഹം യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ്. सोच कर ना चलिएगा। എന്നാൽ ഊഹത്തിൽ നടക്കരുത്. हर दिन परख कर देखिएगा कि मैं परमेश्वर की उपस्थिति अनुभव कर पा रहा हूं या नहीं। ദിനം പ്രതി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് വാസ്തവത്തിൽ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശോധന ചെയ്യും. परमेश्वर से प्रार्थना करे, खुदा तेरे अलावा मैं एक पल और आगे बढ़ नहीं पाऊंगा। ദൈവമേ അങ്ങില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയത്തില്ലെന്ന് അവൻ ദൈവത്തോട് പറയുക. परमेश्वर तुझे छोड़कर मेरे जिंदगी में कोई भलाई ही नहीं है। ദൈവമേ നിന്നെ വിട്ട് എന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. मैं कितना भी मेहनत करूं सब कुछ निष्फल हो जाएगा यदि खुदा तेरा उपस्थिति मेरे साथ नहीं है। ഞാൻ ചെയ്യുന്നതെല്ലാം അവൻ വ്യർത്ഥമായി പോകും നിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇല്ല എങ്കിൽ. प्रार्थना करे कि यीशु हमारे साथ होना जरूरी है। ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആവശ്യമാണ്. और यहाँ पर यीशु एक अलग जगह पर प्रेज़ लॉर्ड या पापियों के बीच में नष्ट नहीं हुआ है, आराधनालय में ही नष्ट हुआ है। हालेलुया। हम आराधनालय में जा रहा है, गारंटी नहीं कि यीशु हमारे साथ चल के आ रहा है। ഇവർക്ക് യേശുവിനെ നഷ്ടപ്പെട്ടത് ഏതെങ്കിലും പാപത്തിന്റെ ഇടത്തല്ല, അവർക്ക് ആലയത്തിൽ വെച്ച് തന്നെ യേശുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിലും ശ്രദ്ധയുണ്ടാകും. बाहरी तौर से भक्त और भक्ति दिखाई दे रहा है, लेकिन अंदर ही अंदर पिता के साथ एक गहरा रिश्ता, यीशु के साथ एक गहरा संबंध है या नहीं, परख कर देखना बहुत जरूरी है। പുറമെ വളരെ ഭക്തരായി ഭക്തിയുള്ളവരായി നമ്മൾക്ക് തോന്നുന്നുവെങ്കിലും നമ്മുടെ ആന്തരികമായി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആമേൻ എപ്പോഴും ശോധന ചെയ്യണം. क्या यीशु को हमने खोया है? യേശുവിനെ കളഞ്ഞു പോയിട്ടുണ്ടോ? Have we lost Jesus? क्या हमने यीशु को कहीं ना कहीं खो दिया है? आज सुबह के वक्त हम परख कर देखने पाए। ഇന്ന് രാവിലെ നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾക്ക് എവിടെയെങ്കിലും വെച്ച് യേശു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. और यदि हमें लगे कि हम खड़े हैं तो ध्यान दे कि हम गिर ना जाए। നമ്മൾ നിൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. बहुत ही ध्यान से मसीह जिंदगी हम बिताने पाए। ശ്രദ്ധയോടെ നമ്മൾക്ക് इस ജീവിക്കാം. वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ऐसे अवसर दिए परमेश्वर के दासों को हृदय की गहराई से धन्यवाद देते हैं। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। हमें भी आपकी प्रार्थनाओं में आप उठाए रखिएगा। गॉड ब्लेस यू ऑल। आमेन आमेन आमेन। Amen. Amen. Thank you.